നമസ്കാരം. കേരളത്തെ ഞെട്ടിച്ചുകൊണ്ടാണ് തിരുവനന്തപുരം ഇപ്പോൾ BJP പിടിച്ചെടുത്തിരിക്കുന്നത്. BJP ഇപ്പോൾ 48 സീറ്റുകൾ വിജയിച്ചിരിക്കുന്നു. അതേസമയത്ത് കോൺഗ്രസ് 10 സീറ്റിൽ നിന്ന് 20 സീറ്റായി ഉയർത്തിയിരിക്കുന്നു. അതേസമയത്ത് CPM 54 സീറ്റിൽ നിന്ന് പടുകുത്തനെ താഴേക്ക് വീണ് വെറും 24 സീറ്റായി മാറിയിരിക്കുന്നു. ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻ വരാം. എന്നിരുന്നാലും BJP അധികാരത്തിൽ 51 സീറ്റോടെ 51-52 സീറ്റോടെ അധികാരത്തിലെത്തുമെന്നുള്ള കൃത്യമായുള്ള പ്രതീക്ഷകളാണ് ഉള്ളത്. ഇതെങ്ങനെ സംഭവിച്ചു? ഇതിന് കൃത്യമായ പ്ലാനും പ്രവർത്തനവും നടത്തിയത് രാജീവ് ചന്ദ്രശേഖറാണ്. അദ്ദേഹം തിരുവനന്തപുരം പിടിച്ചെടുക്കണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി ഗ്രൗണ്ട് പ്രവർത്തനങ്ങൾ നടത്തി. ആ ഗ്രൗണ്ട് പ്രവർത്തനങ്ങളിൽ ഓരോ വാർഡിലും എങ്ങനെ വിജയിക്കാം, അവിടെ എങ്ങനെ വോട്ടർമാരെ സ്വാധീനിക്കാം, അതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തിയതിൻ്റെ ഏറ്റവും വലിയ വിജയമാണ് തിരുവനന്തപുരത്തെ വിജയം. കേരളം പിടിച്ചെടുക്കണമെങ്കിൽ ഏതെങ്കിലും കോർപ്പറേഷനുകളിൽ നിങ്ങൾ പിടിച്ചെടുക്കണമെന്ന് അമിത്ഷാ പറഞ്ഞിരുന്നു. അതിൻ്റെ ഭാഗമായി 2 കോർപ്പറേഷനുകളാണ് പിടിച്ചെടുക്കാൻ വേണ്ടി അദ്ദേഹം നിർദ്ദേശം നൽകിയത്. ആ 2 കോർപ്പറേഷനുകൾ എന്ന് പറയുന്നത് ഒന്ന് തിരുവനന്തപുരം, ഒന്ന് തൃശ്ശൂരാണ്. തൃശ്ശൂരിൻ്റെ പ്രത്യേകത എന്താണ്? കഴിഞ്ഞ തവണ ലോക്സഭാ ഇലക്ഷനിൽ സുരേഷ് ഗോപി വിജയിച്ച സ്ഥലമാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം. ആ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് തൃശ്ശൂർ കോർപ്പറേഷൻ. ആ കോർപ്പറേഷനിൽ 56 വാർഡുകളിൽ ഏകദേശം 36 വാർഡുകളിലും വലിയ ഭൂരിപക്ഷം കിട്ടിയ പാർട്ടിയായിരുന്നു BJP. അതായത് BJPക്ക് ഏറ്റവും ശക്തമായ മുൻതൂക്കം ഉണ്ടാക്കിക്കൊടുത്തത് ഈ 36 വാർഡുകളിൽ സുരേഷ് ഗോപിക്ക് നേടിയ വിജയമായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ വിജയിപ്പിച്ചെടുക്കണം എന്നുള്ളതാണ് അമിത്ഷാ പറഞ്ഞിട്ടുള്ളത്. തൃശ്ശൂരും തിരുവനന്തപുരമാകട്ടെ രാജീവ് ചന്ദ്രശേഖറാണ് കഴിഞ്ഞ തവണ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ചത്. അതുകൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖറിൻ്റെ കൃത്യമായിട്ടുള്ള പൊളിറ്റിക്കൽ അനാലിസിസ് വിങ് കൃത്യമായി പ്രവർത്തിച്ച സ്ഥലമാണ് തിരുവനന്തപുരം ജില്ല. ആ തിരുവനന്തപുരം ജില്ലയിൽ നിയമമടക്കമുള്ള ശക്തമായ BJPയുടെ ശക്തി കേന്ദ്രങ്ങൾ അടങ്ങിയ സ്ഥലമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കാൻ വേണ്ടി അതിശക്തമായ പ്രവർത്തനം, പ്രവർത്തനം അടക്കം എല്ലാ തരത്തിലുള്ള സോഷ്യൽ മീഡിയയുടെ പിന്തുണ ഉണ്ടാക്കാൻ വേണ്ടി അവർക്ക് വേണ്ട പ്രവർത്തനങ്ങൾ നടത്തി കൊടുത്തു. അതുതന്നെ ഫണ്ട് കൊടുക്കേണ്ടത് ഫണ്ട് കൊടുത്തു. താഴെ തട്ടിൽ ഓരോ വാർഡിലും ഫണ്ട് എത്തിച്ച് കൃത്യമായി ഇലക്ഷൻ എഞ്ചിനീയറിംഗ് നടത്തി BJP പ്രവർത്തകരെ പ്രവർത്തിപ്പിച്ചു എന്നുള്ളതാണ് അതിന് ഏറ്റവും അധികം സഹായിച്ചുള്ള ആര്യ രാജേന്ദ്രൻ്റെ പരാജയമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ CPMനുണ്ടായ മേധാവിത്വം തകർത്തു കൊടുത്തത്. ആര്യ രാജേന്ദ്രൻ്റെ ഹുങ്കും അതേപോലെ അഹങ്കാരവും എന്ത് തെമ്മാടിത്തരം കാണിച്ചാലും തന്നെ ചോദ്യം ചെയ്യാൻ ആളില്ല എന്ന് പറയുന്ന നിലപാടുമാണ്. പിണറായി വിജയൻ എന്താണോ അതിനേക്കാൾ അപ്പുറമായിരുന്നു ആര്യ രാജേന്ദ്രൻ. എല്ലാ മേഖലകളിലും അഴിമതിയുടെ കൂത്തരങ്ങായിരുന്നു, എല്ലാ മേഖലകളിലും അഹങ്കാരത്തിൻ്റെ കൂത്തരങ്ങായിരുന്നു. എന്ത് തെമ്മാടിത്തരം കാണിച്ചാലും തിരുവനന്തപുരത്ത് ആരും ചോദിക്കാനും പറയാനാളില്ല, അവരെയെല്ലാം ജയിലിൽ അടയ്ക്കുമെന്നുള്ള അഹങ്കാരത്തിനേറ്റ ഏറ്റവും വലിയ തിരിച്ചടി തന്നെയാണ് തിരുവനന്തപുരത്തെ പരാജയം. പക്ഷേ ഇതിനപ്പുറത്തേക്കൊരു മറ്റൊരു ഘടകം കൂടിയുണ്ട്. തിരുവനന്തപുരത്ത് BJPക്ക് അനായാസ വിജയം നേടിക്കൊടുത്തത് ശരിക്കും പറഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖരൻ്റെ പ്രവർത്തനമല്ല, മുരളീധരൻ്റെ പ്രവർത്തനമാണ്. അവിടെ BJPയെ സഹായിച്ചിട്ടുള്ളത് BJPക്ക് കഴിഞ്ഞ തവണ കിട്ടിയ വോട്ടെല്ലാം അതേപടി നിലനിർത്തിയപ്പോൾ CPMൻ്റെ 10 വാർഡുകളാണ് ഇതിനകം കോൺഗ്രസ് പിടിച്ചെടുത്തത്. CPMൻ്റെ 10 വാർഡുകൾ പിടിച്ചെടുക്കുക മാത്രമല്ല പല വാർഡുകളിലും CPMനെ തോൽവിക്ക് കാരണമാക്കി BJPക്ക് വിജയമുണ്ടാക്കി കൊടുത്തത് മുരളീധരനാണ്. അങ്ങനെ മുരളീധരൻ ഒരു എഫക്റ്റാണ് തിരുവനന്തപുരത്ത് ശരിക്കും BJPയെ വിജയിപ്പിച്ചെടുത്തത്. നേമത്ത് കഴിഞ്ഞ തവണ 23,000 വോട്ട് കിട്ടിയിരുന്ന കോൺഗ്രസ്സിന് 38,000 വോട്ടിലേക്ക് ഉയർത്തി ഏകദേശം 15,000 വോട്ട് അധികം പിടിച്ചപ്പോഴാണ് കഴിഞ്ഞ തവണ BJP അവിടെ തോൽപ്പിക്കാൻ LDFന് കഴിഞ്ഞത്. അതേസമയത്ത് ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ ഏരിയയിൽ CPMൻ്റെ വാർഡുകളിലെല്ലാം കടന്നു കയറി അവരുടെ വോട്ടുകൾ പിടിച്ചെടുത്ത് 2ാം സ്ഥാനത്തേക്ക് ഏകദേശം 20ഓളം സീറ്റുകളിൽ കോൺഗ്രസ് കടന്നു വന്നു. 20 സീറ്റുകൾ വിജയിക്കുക മാത്രമല്ല CPMും കോൺഗ്രസ് BJPയും വിജയിച്ചിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ 2ാം സ്ഥാനത്ത് ഏകദേശം 20 സ്ഥലങ്ങളിൽ കോൺഗ്രസിനെ ഉയർത്താനും കഴിഞ്ഞു. അതായത് 40ഓളം സീറ്റുകളിൽ പ്രധാനപ്പെട്ട ശക്തിയായി കോൺഗ്രസ് വളർന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ വിധത്തിൽ കോൺഗ്രസ് ഒരു ട്രോജൻ കുതിരയായി മാറി. തിരുവനന്തപുരത്ത് ട്രോജൻ കുതിരയായി മാറിയത് മുരളീധരനാണ്. ആ മുരളീധരൻ്റെ ശക്തമായ
പ്രവർത്തനം ആണ് വിജയത്തിന് കാരണമായി കൊടുത്തത്. സത്യം പറഞ്ഞാൽ തൃശ്ശൂരിൽ ഇതേപോലെ തൃശ്ശൂരിൽ കഴിഞ്ഞ തവണ മുരളീധരന് വലിയ തിരിച്ചടിയേറ്റെങ്കിൽ അദ്ദേഹത്തിന് വലിയ പരാജയമാണ് സുരേഷ് ഗോപിയോട് ഉണ്ടായിട്ടുള്ളത്. അതേസമയത്ത് നിയമസഭാ ഇലക്ഷൻ അദ്ദേഹം നടത്തിയ വൻ പോരാട്ടമാണ് BJPയെ തറപറ്റിയത്. ഒരു സീറ്റുള്ളത് ഇല്ലാതാക്കാൻ ശിവൻകുട്ടിയെ വിജയിപ്പിക്കാൻ കഴിഞ്ഞതും കെ മുരളീധരൻ്റെ പ്രവർത്തനമാണെങ്കിൽ ഇത്തവണ കെ മുരളീധരൻ്റെ പ്രവർത്തനം തീർച്ചയായും തിരിച്ചടിയായി മാറിയത് CPM-നാണ്. കഴിഞ്ഞ തവണ ശിവൻകുട്ടിയെ വിജയിപ്പിക്കാൻ കഴിഞ്ഞെങ്കിൽ ഇത്തവണ അവിടെ തിരുവനന്തപുരം കോർപ്പറേഷനെ തോൽപ്പിക്കാൻ CPM-നെ ഇടതുപക്ഷത്തെ തോൽപ്പിച്ചില്ലാതാക്കാൻ കഴിഞ്ഞതും കെ മുരളീധരൻ എന്ന നേതാവിൻ്റെ ശക്തമായ നേതൃത്വത്തിലുള്ള പ്രവർത്തനമാണ്. ശബരിനാഥൻ അവസാനം വിജയിച്ചു എന്നുള്ള വിവരമാണ് കേൾക്കുന്നത്. അതേപോലെ നമ്മുടെ R. ശ്രീലേഖയും വിജയിച്ചിരിക്കുന്നു. അങ്ങനെ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം BJPക്ക് അനുകൂലമായ ഒരു തരംഗമുണ്ടാക്കി വിജയിപ്പിച്ചതിന് കാരണം കെ മുരളീധരനാണ്. സത്യത്തിൽ BJPയുടെ വോട്ട് സാധാരണ പോലെ കിട്ടിയിട്ടുള്ളൂ. CPM-ന് കിട്ടിയ വോട്ടുകളെല്ലാം പിടിച്ചെടുത്തത് കെ മുരളീധരനാണ്. അതിൻ്റെ വഴിയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് അട്ടിമറി വിജയം രാജീവ് ചന്ദ്രശേഖരൻ ഉണ്ടാക്കി കൊടുത്തത്. രാജീവ് ചന്ദ്രശേഖരൻ കണ്ടമാനം പണം മുടക്കിയിട്ടുണ്ട്. അവിടെ തന്നെ നിന്നുകൊണ്ട് വേറെ എവിടെയും പോവാതെ തിരുവനന്തപുരത്ത് പദയാത്ര നടത്തുകയും ശക്തമായ പണമൊഴുകുകയും പ്രചരണം നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ BJPയുടെ സ്ഥിരമായി കിട്ടിയ വോട്ട് കിട്ടി. അതേസമയം CPM-ന് സ്ഥിരമായി കിട്ടിയ വോട്ട് കോൺഗ്രസ് കൊണ്ടുപോയി എന്നുള്ളതാണ് സത്യം. ഈ വിധത്തിൽ പോയാൽ അടുത്ത തവണ കോൺഗ്രസിന് കോർപ്പറേഷനിൽ അധികാരം പിടിച്ചെടുക്കാനും കഴിയും. കാരണം ഈ കെ മുരളീധരൻ അവിടെ ശക്തമായി നിന്നുകൊണ്ട് പ്രവർത്തനം നടത്തണം. തിരുവനന്തപുരം ജില്ലയിൽ ഇതേപോലെ കെ മുരളീധരൻ പ്രവർത്തിക്കുകയാണെങ്കിൽ അടുത്ത തവണ നിർബന്ധമായിട്ട് ഈ 5 മാസം കൊണ്ട് തന്നെ തിരുവനന്തപുരം ഇളക്കിമറിച്ച് അവിടെയുള്ള 14 സീറ്റുകളും പിടിച്ചെടുക്കാൻ അദ്ദേഹത്തിന് കഴിയുമെന്നുള്ളതാണ് നമ്മൾ കരുതേണ്ടത്. നന്ദി, നമസ്കാരം.